ഓക്കെ, ഇനി നമുക്ക് ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിൻ്റെ ചില പ്രത്യേകതകൾ, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ y = x², നമ്മുടെ നേരത്തെ തന്നെ ഗ്രാഫ് എടുക്കാം, അല്ലെങ്കിൽ f(x) = x², അതായാലും കുഴപ്പമില്ല, സെയിം തന്നെ. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ എക്സിന് 2 വാല്യൂസ് കൊടുക്കാം, എക്സിനൊന്ന് 2 കൊടുക്കും. അപ്പോൾ എനിക്ക് f(x) എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ y എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 2² എന്ന് വരും, ദറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. ഞാൻ അതിൻ്റെ ഇമേജ് ഇവിടെ വരയ്ക്കുകയാണ്, ബി എന്നുള്ള, അല്ലെങ്കിൽ ബി എന്ന് വിളിക്കാം, അതിൻ്റെ കോഡൊമൈൻ ആയിക്കോട്ടെ, എ എന്ന് വിളിക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ആണല്ലോ നമ്മൾ x² എന്ന് പറയുന്നത്, എഫ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ 2ൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 കിട്ടി. ഇനി ഞാൻ എക്സിന് -2 കൊടുക്കാമെന്ന് വിചാരിക്കുക, f(-2). ഇത് എഫിന് 2 കൊടുത്തപ്പോൾ കിട്ടിയതാണ്, അതാണ് അങ്ങനെ എഴുതിയത്. ഓക്കെ, f(-2) എന്ന് പറയുമ്പോൾ -2² വരും, അതെന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ -2ൻ്റെ ഇമേജും 4 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മാപ്പ് ചെയ്യാം, ആരോടെങ്കിലും വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് നമ്മളൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ ആണെങ്കിലുള്ള കണ്ടീഷൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ദ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ എ റിലേഷൻ ടു ബി എ ഫംഗ്ഷൻ ഈസ് every element in the domain has an image in the codomain. Means 2 and -2 has an image in the codomain, and that image should be unique. Means every element has one and only one image in the codomain. ഇപ്പോൾ ഇവിടെ നമുക്ക് ആ കണ്ടീഷൻ നോക്കാം. 2ന് ഇമേജ് ഉണ്ട്, 2ൻ്റെ ഇമേജ് 4 ആണ്, 2ന് ഒരു ഇമേജേ ഉള്ളൂ, 4 ആണ്. -2ൻ്റെ ഇമേജ് നോക്കൂ, -2നും ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ, അത് 4 ആയിപ്പോയി എന്നുള്ളൊരു കാരണം, ഒരു പ്രത്യേകത ആയിട്ടുണ്ട്, പക്ഷേ അതൊരു ഇമേജ് ആകാനുള്ള ഒരു കാരണമല്ല. ഇപ്പോൾ 2ൻ്റെ ഇമേജും 4 ആണ്, -2ൻ്റെ ഇമേജും 4 ആണ്. അപ്പോൾ രണ്ടെണ്ണത്തിന് ഒരേ ഇമേജ് വന്നിട്ടുണ്ട്, അത് പ്രശ്നമില്ല. ഇവിടെയുള്ള എല്ലാത്തിനും നമ്മൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ, എയിലുള്ള എല്ലാത്തിനും ഇമേജ് ബിയിലുണ്ടോ? Yes, it's satisfied. Then is there any element in the domain which have more than one image? ഇപ്പോൾ നമ്മൾ 2ന് നോക്കുക, 2ന് ഒരു ഇമേജേ ഉള്ളൂ. സപ്പോസ് ഇവിടെ ഒരു 3 എന്നൊരു എലമെന്റ് ഉണ്ടാകുന്ന വിചാരിക്കുക, അതിനും കൂടി ഇങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു വിചാരിക്കുക. അപ്പോൾ ഇത് ഇവിടുന്ന് എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആകുമോ? ആകില്ല. കാരണം എന്താ? എല്ലാത്തിനും ഇമേജ് ഉണ്ട്, ഫസ്റ്റ് കണ്ടീഷൻ ഒക്കെയാണ്. പക്ഷെ 2ന് 2 ഇമേജ് ഉണ്ട്. അത് ഫംഗ്ഷൻ അങ്ങനെ 2 ഇമേജ് ഉണ്ടായാൽ, മോർ ദാൻ 1 ഇമേജ് ഉണ്ടായാൽ അതിൻ്റെ ഒരു ഫംഗ്ഷൻ ആകത്തില്ല. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടീഷൻ അങ്ങോട്ട് ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞനുസരിച്ച് ഇപ്പോൾ ഒരു ഇമേജേ ഉള്ളൂ, അപ്പോൾ ഈ 3 ഇവിടെ കിടന്നോട്ടെ. ഇനി തിരിച്ച് നമ്മൾ ഇപ്പോൾ ഫംഗ്ഷൻ ഓക്കെയാണ്, f(x) = x² എന്നുള്ള ഫംഗ്ഷൻ ഓക്കെയാണ്. ഇനി ഞാൻ ഇത് തിരിച്ചൊന്ന് ഡിഫൈൻ ചെയ്യാൻ വിചാരിക്കുക, നമ്മുടെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാം. ഇൻവേഴ്സ് നമുക്ക് ഒന്ന് കളറ് മാറ്റിയെടുത്തേക്കാം, റെഡ് കളറിൽ. അപ്പോൾ നമ്മൾ ബിന്ന് എടുക്കുന്നു, ഇവിടുന്ന് ബി, ഇവിടെ എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇൻവേഴ്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. ബിയിൽ നിന്ന് എയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ ബിക്കകത്ത് വന്നേക്കുന്നത് 4, 3 ഉണ്ട്, എക്കകത്ത് 2 -2 എന്താണ്. ഇനി നമ്മൾ തിരിച്ച് ഡിഫൈൻ ചെയ്താൽ എന്താ സംഭവിക്കുന്നത് പറയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെയാണെങ്കിൽ 4ൻ്റെ പ്രീ ഇമേജ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 മാത്രമല്ല, 4ൻ്റെ പ്രീ ഇമേജ് -2 ആയി, കണ്ടോ? അപ്പോൾ ഇപ്പം തന്നെ ഇതൊരു ഫംഗ്ഷൻ അല്ലാതായി. കാരണം 4ന് 2 ഇമേജ് ഉണ്ട്. ഒരു എലമെന്റിന് മോർ ദാൻ 1 ഇമേജ് ഉണ്ടെങ്കിൽ അതൊരു ഫംഗ്ഷൻ ആവില്ല. അപ്പോൾ പിന്നെ രണ്ടാമത് ഇവിടെ ഈ 3യും കൂടെ കിടപ്പുണ്ട്. 3 കിടപ്പുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, 3ക്കാണെങ്കിൽ ഇമേജ് ഇല്ലാതെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സാധനം, അതും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഫംഗ്ഷൻ ആകുന്നതിന്, എഫ് എന്നുള്ളതൊരു ഫംഗ്ഷൻ ആകുന്നതിന് പ്രശ്നമില്ല. പക്ഷേ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് തിരിച്ച് എഫ് ഇൻവേഴ്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പാടില്ല, പറ്റാതെ വരും. കാരണം എഫ് ഇൻവേഴ്സ് ഒരു ഫംഗ്ഷൻ അല്ലാതാകും. എഫ് ഇൻവേഴ്സ് ഫംഗ്ഷൻ അല്ല. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് വിചാരിച്ച് എപ്പോഴും അതിൻ്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റണമെന്നില്ല. ബിയിൽ നിന്ന് എയിലേക്ക് നമുക്കൊരു ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റണമെന്നില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. നമ്മൾ കുറച്ചും കൂടെ ഒന്ന് വ്യക്തമായിട്ട് അതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണമെങ്കിൽ
നമുക്ക് നമ്മുടെ ഗ്രാഫ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് ഒന്ന് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും എക്സ് സ്ക്വയർ. ഇതാണ് നമ്മുടെ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ളതിൻ്റെ ഗ്രാഫാണ്. ഓക്കെ, കിടപ്പുണ്ട്. മാറിക്കോട്ടെ. ഞാനിപ്പോൾ നമ്മളെടുത്തത് 2 ആയിരുന്നു എടുത്തത്. അപ്പോൾ ഞാനൊരു പോയിന്റ് എടുത്തോട്ടെ. ആ പോയിന്റ് എടുത്തത് ഈ 2 ആണ്. എക്സിന് 2 എടുത്തപ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ഇമേജ് നമുക്കിവിടെ കാണാൻ പറ്റും. 2ൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ 4 ആണ്. 2 4 എന്ന് കിടപ്പുണ്ട്. അതുപോലെ ഞാൻ -2 എടുത്തു. -2ൻ്റെ അവിടെ ഒരു പോയിന്റ് എടുത്താൽ അതിൻ്റെ നോക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് ഒന്ന് സെലക്ട് ചെയ്തോട്ടെ. അതെന്താണോ വരാത്ത എന്താ പ്രശ്നം പറ്റിയല്ലോ. ഒരു സെക്കൻഡ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് എടുത്തോട്ടെ. 2 സെലക്ട് ചെയ്തു. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓക്കെ. അപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എയുടെ ഇമേജ് 2 എ എന്നുള്ള 2ൻ്റെ ഇമേജ് 4 ആണ്. -2ൻ്റെ ഇമേജും 4 ആണ്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ? അപ്പോൾ 2വിനും 4 ഇമേജ് ആയിട്ട് വന്നു. -2വിനും ഈ സെയിം ഇമേജ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ്. 2വിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ 4 ആണ്. -2ൻ്റെ ഇമേജ് 4 ആണ്. y = x² കൊടുക്കുന്നതെന്ന് അത് നമ്മളൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഗ്രാഫ് എടുത്തെന്ന് കാണിച്ചതേ. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരിച്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫംഗ്ഷനെ നമ്മൾ തിരിച്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റാണ്ട് വരും. ഇതിൻ്റെ കാരണം ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്തപ്പോൾ ഈ ഒരെണ്ണം തന്നെ ഇത് 4 എന്ന എലമെന്റ് തന്നെ 2ൻ്റെയും -2ൻ്റെയും ഇമേജ് ആയി വന്നത് തന്നെയാണ്. അപ്പം ഇങ്ങനെ ഒരു ഇലമെന്റ് തന്നെ മോർ ദാൻ 1 എലമെന്റിന്റെ ഇമേജ് ആയിട്ട് വരുവാണെങ്കിൽ അത്തരം ഫംഗ്ഷനെ നമ്മൾ പറയും അങ്ങനെ പറയുന്നത് മെനി വൺ ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക. മെനി വൺ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. മെനി വൺ. അപ്പോൾ ഒരെണ്ണത്തിന് തന്നെ ഒരേ എലമെന്റ് തന്നെ ഇപ്പൊ നമ്മൾ 4 തന്നെ 2 എണ്ണത്തിന്റെ ഇമേജ് ആയിട്ട് വരും. അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് മെനി വൺ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. മെനി വൺ ഫംഗ്ഷൻ. അപ്പോൾ ഇപ്പൊ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ മെനി വൺ ആയതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് മെനി വൺ അല്ലാതെ വരുന്ന ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്നത് 1 ഫംഗ്ഷൻ എന്ന് പറയും. 1 ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് ഒരു ഇമേജ് എന്നർത്ഥം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇത് ഇപ്പോൾ നമ്മൾ വേറൊരു ഫംഗ്ഷൻ പറയുവാണെങ്കിൽ വേറൊരു ഫംഗ്ഷൻ വേണ്ട, ഒരെണ്ണത്തിൻ്റെ ഇമേജ്, അതായത് മീനിങ് ഇത്രയും വേണമെങ്കിൽ പറയാം. ഇത് മെനി വൺ പിന്നൊന്ന് 1 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ 2 എണ്ണത്തിൻ്റെ ഇമേജ് സെയിം ആയിട്ട് വരാൻ ഒരിക്കലും പാടില്ല. എ എന്നുള്ള ഇമേജ് എടുത്ത് 4 ഇതല്ല നമ്മൾ പറയുന്നത് 1 ആകാനുള്ള കണ്ടീഷനാണ്. എഫ് ഓഫ് എ എന്നുള്ളത് എഫ് ഓഫ് ബി എന്ന് വെച്ചാൽ 2ൻ്റെ ഇമേജ് -2ൻ്റെ ഇമേജ് 2 സെയിം ആയിട്ട് വരണമെന്നുണ്ട് എങ്കിൽ എയും ബിയും സെയിം ആയേ പറ്റൂ. ദാറ്റ് മീൻസ് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി. അങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഫംഗ്ഷൻ 1 ആകത്തുള്ളൂ. അപ്പോൾ അതുകൂട്ട് ഫംഗ്ഷൻ വിളിക്കുന്ന പേരാണ് 1 ഫംഗ്ഷൻ, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കാറ്. ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഇതൊരു ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കേസ് വരത്തില്ല. അപ്പോൾ -2 എന്നുള്ളതൊരു 3 -2 വേറെ ഏതെങ്കിലും ഇമേജേ വരുള്ളൂ, 4 എന്നുള്ളൊരു ഇമേജ് വരത്തില്ലായിരുന്നു. നമുക്ക് അത്തരത്തിലുള്ളൊരു ഫംഗ്ഷൻ വേറെ നോക്കാം. ഇനി മറ്റൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇതിന് എന്നിരുന്നെങ്കിൽ ഈ 4 എന്നുള്ളതിന് ഒരു ഇമേജ് ഉണ്ടാകുള്ളായിരുന്നു. അപ്പോൾ ഒരു ഫംഗ്ഷൻ ആക്കാനുള്ള ഒരു ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്താൽ ഫംഗ്ഷൻ ആകാനുള്ള ഒരു ചാൻസ് ആയേനെ. ഇനി രണ്ടാമത്തെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇത് കണ്ടോ, തിരിച്ച് ഡിഫൈൻ ചെയ്തപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ആകാത്തതിന്റെ ഒരു കാരണം ഈ 3 ഇവിടെ ഇമേജ് ഇല്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്നതാണ്. അങ്ങനെ 3 ഇമേജ് ഇല്ലാതെ ഒറ്റപ്പെട്ട് കഴിയാനുള്ള കാരണം കൂടി അങ്ങ് ഒഴിവായിരുന്നെങ്കിൽ ആ പ്രശ്നം കൂടെ സോൾവ് ആയനെ. അപ്പോൾ ഇതിനും ഇമേജ് ഉണ്ടായാൽ മതിയായിരുന്നു. അങ്ങനെ അതായത് ഇവിടുത്തെ ഈ കോഡൊമൈനകത്തുള്ള 3 എന്നുള്ള എലമെന്റിന് 3 എന്നുള്ള എലമെന്റ് ഇമേജ് ഇല്ലാത്ത ഒരു പാവപ്പെട്ട എലമെന്റ് ആയിപ്പോയി. അപ്പോൾ ആ ഇമേജ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇതിന് ഇമേജ് ആകാതിരുന്നത് കൊണ്ടാണ് ഇത് തിരിച്ചെടുത്തപ്പോൾ ഇൻവേഴ്സ് അല്ലാതെ പോയത്.
അപ്പോൾ അങ്ങനെ ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് പറഞ്ഞ റേഞ്ച് എന്ന് പറഞ്ഞാൽ 4 ആയി, കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ 4 3 ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോഡൊമൈനും റേഞ്ചും സെയിം ആയിട്ട് വരുമായിരുന്നു വിചാരിക്കുക. അതായത് ഇപ്പോൾ ഈ 2 എന്നുള്ള -2 എന്നുള്ള 3ലേക്ക് മാപ്പ് ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാത്തിനും റേഞ്ചും കോഡൊമൈനും സെയിം ആയിട്ട് വന്നു. അങ്ങനെ റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡൊമൈൻ ആയിട്ട് വരുവാണെങ്കിൽ അത്തരത്തിലുള്ള ഫംഗ്ഷൻ വിളിക്കുന്ന പേരാണ് സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. സർജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ആദ്യത്തെ നമ്മളൊരു ജക്റ്റീവ് പറഞ്ഞു, ദാറ്റ് ഈസ് ഇൻജക്റ്റീവ് എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സർജക്റ്റീവ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻജക്റ്റീവ് ആയിരുന്നെങ്കിൽ ഈ ഇവിടുത്തെ 4ന് ഒന്നിൽ കൂടുതൽ ഇമേജ് വരുന്ന കേസ് ഒഴിവായനെ. സർജക്റ്റീവ് ആയിരുന്നെങ്കിൽ 3ക്ക് ഇമേജ് വരാതിരിക്കുന്ന കേസ് ഒഴിവായനെ. ഇത് രണ്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഫംഗ്ഷന് തിരിച്ച് നമുക്ക് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻവേഴ്സ് എപ്പോഴും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ വരാനുള്ള കാരണം ഇതൊരു ഇൻജക്റ്റീവും അല്ല സർജക്റ്റീവും അല്ലാതായി പോയതാണ്. ഇതിനെ സർജക്റ്റീവ് വിളിക്കുന്നത് മറ്റൊരു പേരുണ്ട്, ഓൺ ടു ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഓൺ ടു ഫംഗ്ഷൻ, ഓൺ ടു. ഇത് 1 1, ഇത് ഓൺ ടു. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് ജക്റ്റീവും, ഇൻജക്റ്റീവ് സർജക്റ്റീവ്, രണ്ട് ജക്റ്റീവും കൂടെ ഉണ്ടെങ്കിൽ അതിനെ ബൈജക്റ്റീവ് എന്ന് വിളിക്കും. ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇൻജക്റ്റീവ് സർജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് കോൾഡ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഇപ്പോൾ ഈ fx എന്നുള്ളൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഞാനൊരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ സപ്പോസ് നമ്മളെടുക്കുന്ന ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇൻജക്റ്റീവ് സർജക്റ്റീവ് ഫംഗ്ഷൻ്റെ പ്രത്യേകത അത് ഞാനൊന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം, ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ എടുത്താൽ ഞാൻ f(x) ഈസ് ഈക്വൽ ടു x+3 എന്നാണ് എടുക്കുന്നത് വിചാരിക്കാം. എന്ന് വെച്ചാൽ y ഈസ് ഈക്വൽ ടു x+3 എന്ന് വിളിക്കാം. ഇപ്പം ഞാൻ 2 എലമെൻറ്റ് കൊടുക്കും. ഇത് ഡൊമൈൻ എ എന്ന് വിളിക്കാം, ഇത് എൻ്റെ കോഡൊമൈൻ, അതിനെ ബി എന്ന് വിളിക്കാം. ഇവിടെ 1 കൊടുക്കും. 1 കൊടുക്കുമ്പോൾ എനിക്ക് y എന്ത് കിട്ടും, അല്ല അതിൻ്റെ ഇമേജ് ഇത് കിട്ടും, f(1). f(1) എന്ന് പറഞ്ഞാൽ 1 + 3 ആണ്, ദറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ 1ൻ്റെ ഇമേജ് 4 ആയി. ഞാൻ 2 കൊടുക്കുന്നു വിചാരിക്കാം. അപ്പോൾ f(2), 2ൻ്റെ ഇമേജ് എന്ത് വരും, 2 + 3 5 ആണ്. ഇനി വേറൊന്നും എടുത്താൽ അടുത്തൊരു ഇമേജ്, ഇപ്പോൾ 3 എടുക്കുവാണെങ്കിൽ എനിക്ക് 3 + 3 6 എന്ന് വരും. അങ്ങനെ നമുക്ക് പുറകോട്ടോ. ഇനി 0 എടുത്തു കഴിഞ്ഞാൽ 0 + 3 ദാറ്റ് ഈസ് 3 എന്ന് വരും. 0യുടെ ഇമേജ് 3 ആണ്. അങ്ങനെ എല്ലാത്തിനും വരും. അപ്പോൾ അങ്ങനെ ഇമേജ് ആണെന്ന് മാപ്പ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് f ആണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും 1ന് ഒരു ഇമേജേ ഉള്ളൂ, 4 ആണ്. 2ന് ഒരു ഇമേജേ ഉള്ളൂ, 5 ആണ്. അത് തന്നെ 1 മാപ്പ് ചെയ്തു. 1 1 ഫംഗ്ഷൻ, 1 1 ഫംഗ്ഷൻ, 1 1 അപ്പോൾ 1 1 ആയി. ഇനി തിരിച്ച് ഇത് ഓൺ ടു ആണോ നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. ഓൺ ടു ആണെങ്കിൽ റേഞ്ചും കോഡൊമൈനും സെയിം ആയിരിക്കണം. ഇവിടെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ 4 5 ആണ്. നമ്മുടെ ഈ സെറ്റ് ബി തന്നെയാണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 1 2 ആണല്ലോ. അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാലോ, റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇമേജുകളുടെ കളക്ഷൻ ആണല്ലോ. അപ്പോൾ അവിടെ 4ഉം 5 ഉള്ളൂ. അപ്പോൾ ഇവിടെ റേഞ്ചും കോഡൊമൈനും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ 1 1 ആണ്, ഓൺ ടു ആണ്. മീൻസ് ഇൻജക്റ്റീവ് ആൻഡ് സർജക്റ്റീവ് ആണ്. ഇഫ് ബോത്ത് ജക്റ്റീവ്സ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് ബൈജക്റ്റീവ്. ദാറ്റ് ഈസ് ഓക്കെ. അപ്പോൾ നമ്മൾ തിരിച്ച് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്ന നോക്കിയാൽ ബിയിൽ നിന്ന് എയിലേക്ക്, ഇത് ബി തിരിച്ച് ഞാൻ ഡിഫൈൻ ചെയ്യാം. ഇത് എ ആണ്. നമ്മൾ പറഞ്ഞു 4 5. അപ്പോൾ 4ൻ്റെ പ്രീ ഇമേജ് ആയിട്ട് 1 വരും, 5ൻ്റെ പ്രീ ഇമേജ് ആയിട്ട് 2 വരും. കണ്ട, അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്. തിരിച്ച് ഡിഫൈൻ ചെയ്തു, ഫംഗ്ഷൻ്റെ എല്ലാ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് അതിൻ്റെ ഗ്രാഫിക്കൽ മീനിങ് നോക്കാം. ഇവിടെ നമ്മളിപ്പോൾ എടുത്ത ഫംഗ്ഷൻ്റെ പകരം നമ്മുടെ x+3 എന്ന് അടിച്ചു കൊടുക്കാം. ഇത് തൽക്കാലത്തേക്ക് ഞാനൊന്ന് മുറിച്ച് കളയാം. x+3 എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈൻ പോകുന്നതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റ് ഇതുവഴി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ പോയിന്റ് മാറുന്നതനുസരിച്ചും അതിൻ്റെ y കോർഡിനേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഒരെണ്ണത്തിന് പോലും 2 ഇതാണ്. ഇവിടെ നമ്മൾ എടുത്തപ്പോഴത്തേക്കും അങ്ങനെയല്ലായിരുന്നു. 2 പോയിന്റുകൾക്ക് എക്സിനൊരു വാല്യൂ കൊടുത്തപ്പോൾ തന്നെ എയും ബിയും നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് ഒരേ വാല്യൂയിൽ തന്നെ 2 ഇമേജ് കിട്ടി. 4 4 കിട്ടി, മുകളിലേക്ക് കിട്ടി.
ഇവിടെ അങ്ങനെയല്ല. സിയുടെ നമുക്കൊന്ന് വേണമെങ്കിൽ കോർഡിനേറ്റ് ഇവിടെ തന്നെ നോക്കിയേക്കാം. ഓക്കെ, ഉണ്ടോ? അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓരോന്ന് പോയിന്റ് മാറുന്നതനുസരിച്ച് കോർഡിനേറ്റുകൾ മാറുന്നതനുസരിച്ച് എക്സ് മാറുന്നതനുസരിച്ച് വൈ മാറിക്കൊണ്ടിരിക്കുക. ഒരിക്കലും ഇത് സെയിം ആയി വരില്ല. അപ്പോൾ സെയിം ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ പോകണം, ഈ ഷേപ്പിൽ പോകണം, അല്ലെങ്കിൽ മുകളിലോട്ട് ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ താഴോട്ട് ഇങ്ങനെ പോകണം. എന്തായാലും ഇത് ഒരു ഇൻജക്റ്റീവ് സർജക്റ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അതിന് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ഇൻജക്റ്റീവ് സർജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ട്രിഗ്നോമെട്രി ഫംഗ്ഷനിലേക്ക് ഒന്ന് കടന്നു വരാം. ഇപ്പോൾ സപ്പോസ് ഞാൻ എടുക്കുന്നത് സൈൻ എക്സ് ആണ്. സൈൻ എക്സിൻ്റെ ഗ്രാഫാണ് നമ്മൾ ഇതിൽ കാണുന്നത്. സൈൻ എക്സ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. ഞാനിതിൻ്റെ ഈ എക്സ് ആക്സിലുള്ള ഇതിൻ്റെ ഈ ഇതൊന്ന് മാറ്റി ലേബൽ ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് എക്സ് ആക്സിലേക്ക് കൊടുത്തിരിക്കുന്നത് ആംഗിളിലേക്കൊന്ന് മാറ്റാൻ പോവാണ്. ആംഗിള് π/2 കൊടുക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടോ, ഞാനൊരു പോയിന്റ് എടുക്കാം 0. ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോർഡിനേറ്റ് ഒന്ന് കണ്ടേക്കാം. അവിടെ നോക്കുന്ന കഴിഞ്ഞും കാര്യമായിട്ട് ഇവിടെ കിട്ടുമല്ലോ. ഓക്കെ, 0 0 അപ്പോൾ നമുക്ക് എയിൽ എക്സിന് 0 കൊടുത്തപ്പോൾ നമുക്കറിയാം സൈൻ 0 0 എന്നറിയാം. വീണ്ടും സൈനിൻ്റെ വാല്യൂ ഇപ്പോൾ ഞാൻ ഈ പോയിന്റിൽ നിന്ന് മൂവ് ചെയ്യാം. പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ ഇവിടുന്ന് മൂവ് ചെയ്തിട്ട് ഈ സാധനം എന്താണ് മൂവ് ചെയ്യാത്തത്? യെസ്, മൂവ് ചെയ്യില്ലേ? എന്നാൽ പിന്നെ നമുക്ക് പോയിന്റ് ഒന്ന് മാറ്റാം, ഡിലീറ്റ് ചെയ്തിട്ട് വേറെ പോയിന്റ് അവിടെ വേണമെന്നില്ല. പോയിന്റ് എടുക്കുന്ന ഇവിടെ എവിടെയെങ്കിലും ആട്ടെ, ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഇനി അവനെ പിടിച്ചാൽ മൂവ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. യെസ്, മൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അത് എങ്ങനെ പോകും? ഓക്കെ, അതിനെ വേണേൽ കളറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തേക്കാം, ഒരു ഭംഗിയാക്കിയേക്കാം. കളറൊക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ മൂവ് അതിൻ്റെ പോയിന്റിൻ്റെ കോർഡിനേറ്റും കൊണ്ട് നമുക്കൊന്ന് നോക്കിയേക്കാം. പോയിന്റിൻ്റെ കോർഡിനേറ്റും കൂടെ ഇവിടെ നിന്ന് നമുക്കൊന്ന് കണ്ടുപോകാം. അതിൻ്റെ നെയിം വാല്യൂ. ഓക്കെ, ഇനി നോക്കാം. ഇപ്പം ഞാനെടുത്തപ്പോൾ ഇവിടെ എടുത്തപ്പോൾ എനിക്ക് 0 0 കിട്ടി. ഇനി എവിടെയെങ്കിലും ഇതിന് വീണ്ടും 0 ആവുന്നുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, ഇപ്പോൾ 0 അല്ല 1 ആയ. പൈ വന്നപ്പോൾ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും അത് 0 ആയി. കണ്ടോ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സിന് 0 കൊടുക്കുമ്പോൾ ഇമേജ് 0 കിട്ടി, പൈ കൊടുത്തപ്പോഴും ഇമേജ് 0 കിട്ടി. ഇനി ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാകുന്നുണ്ട്. നമുക്കറിയാം 2π വരുമ്പോൾ 0 ആണ്. 2π മാത്രമല്ല, ഇനിയിപ്പോൾ 3π വന്നാലും 0 ആണ്. ഇത് ഇങ്ങനെ അങ്ങോട്ട് പോയാലും പൈയുടെ ഏത് മൾട്ടിപ്പിൾ വന്നാലും 0 ആണ്. -π വന്നാലും 0 ആണ്. -2π വന്നാലും 0 ആണ്. അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമുക്കറിയാം ഇത് കണ്ടോ, -2π വന്നാലും അത് 0 ആണ്. ഈ -6π വന്നാലും അത് 0 ആണ്. അല്ല, ഇറ്റ്സ് അത് 2π 3π അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ നോക്കിക്കേ, ഒരെണ്ണത്തിന് തന്നെ നമുക്ക് പല വാല്യൂസ് കിട്ടി. നമ്മുടെ ഈ അതിനെ തിരിച്ചെന്ന് കൊണ്ടുവന്നേക്കാം, നമുക്ക് ആവശ്യം വരുവാണെങ്കിൽ എടുക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും സൈൻ എന്ന് പറഞ്ഞാൽ ഒരു 1 ഫംഗ്ഷൻ അല്ല എന്ന് കാണാം. കാരണം ഇനി നമ്മൾ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആരോ ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്ത പോലെ വരയ്ക്കുവാണെങ്കിൽ 0 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് എന്ന് പറഞ്ഞാൽ 0 ആണ്. സൈൻ എക്സ് 0 ആണ്. ഞാൻ പൈ എടുത്തപ്പോഴും എനിക്ക് കിട്ടിയ വാല്യൂ 0 ആണ്. ഞാൻ 2π എടുത്തപ്പോഴും എനിക്ക് കിട്ടിയ വാല്യൂ 0 ആണ്. അപ്പോൾ അതെ, ഈ എല്ലാ 0 കൂടെ ഇവിടെ ഒരുമിച്ച് ഇടേണ്ട ആവശ്യമില്ല, എല്ലാം കൂടെ കൂട്ടും ഒറ്റ 0 ഇട്ടേക്കാം. യെസ്, അപ്പോൾ 0യിലേക്ക് തന്നെ കണ്ടോ, ഇപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ ഫംഗ്ഷൻ 1 അല്ല. 1 അല്ലാത്തത് കൊണ്ട് നമുക്കതിൻ്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഈ ഇൻവേഴ്സ് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ എന്താണ് ഒരു മാർഗം? ഈ സൈൻ എക്സിന് എന്നാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഉണ്ടല്ലോ, പക്ഷേ ഇവിടെ നമ്മൾ ഒന്ന് റിസ്ട്രിക്റ്റ് ചെയ്യാൻ വിചാരിക്കുക. ഇപ്പം ഞാനിപ്പോൾ സൈൻ എക്സ് എടുത്തു, ഈ സൈൻ എക്സിനെ തന്നെ ഒന്ന് റിസ്ട്രിക്റ്റ് ചെയ്യാം. സൈൻ എക്സ് ഞാൻ എടുക്കുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, -π/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ π/2.
ഇങ്ങനെ ഒരു ഇൻ്റർവൽ എടുക്കാൻ കഴിയും. അതിവിടെ കിടപ്പുണ്ട്, അത് റെഡ് ഇങ്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. -5/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയാലും കുഴപ്പമില്ല. ഈക്വൽ ടുവിൽ ഡിഫൈൻഡ് ആണല്ലോ. അപ്പോൾ ഓക്കെ, എന്തോ പ്രശ്നം ഒന്നാണ്, കുഴപ്പമില്ല. എഡിറ്റ് ചെയ്തോണ്ടാണ്, നമുക്ക് ഇവിടെ തന്നെ എഡിറ്റ് ചെയ്തിട്ടേക്കാം. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5/2. അപ്പോൾ കളറ് ഇത് നമുക്ക് ആവശ്യമില്ല, ഇനി കളഞ്ഞേക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറ്റിയേക്കാം, കാരണം ഇൻവൈസിനെ നമ്മൾ മാറ്റി കൊടുക്കുക. യെസ്, ഞാനിതങ്ങ് മാർക്ക് ചെയ്യാം. അപ്പോൾ നോക്കാം, ഇവിടെ ഇത് പോയിട്ട് വരുന്ന കാര്യം നമുക്ക് നോക്കാം. മറിച്ച് നമുക്ക് കാണാൻ പറ്റും, കണ്ടോ. ഇനി ഈ പോയിന്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരിക്കലും ഇത് -1 മുതൽ +1 വരെ ഇത് മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരിക്കലും ഒരെണ്ണത്തിൻ്റെ ഇമേജ്, രണ്ടെണ്ണത്തിൻ്റെ ഇമേജ് ഒരുമിച്ച് ഒരേപോലെ ഒരു വാല്യൂ വരുന്നില്ല. മീൻസ് ഇത് 1 ആകാതെ വരുന്നില്ല. അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ 1 ആണ്. അപ്പോൾ നമ്മളിങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഈ ഫംഗ്ഷൻ 1 ഇവിടെ മാത്രമല്ല. ഇനി നമ്മൾ അടുത്ത് നോക്കാമെന്ന് വിചാരിക്കുക. ഈ ഒരു റീജിയൻ, അതായത് π/2 to 3π/2 എടുക്കുക, അവിടെയും ഇത് 1 ആണ്. ഇവിടെ മാത്രമല്ല, 3π/2 5π/2 എടുക്കുക, അവിടെയും ഇത് 1 ആണ്. അപ്പോൾ ഇങ്ങനെ പല ഇൻ്റർവെല്ലുണ്ട്, കണ്ടോ. അപ്പോൾ ഇങ്ങനെ പല ബ്രാഞ്ചസ് ഉണ്ട്. ഇങ്ങനെ പല ബ്രാഞ്ചസിൽ ഈ ഫംഗ്ഷൻ 1 ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ഇത് 1 ആവും, ബൈജക്റ്റീവ് ആവും. ബൈജക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇൻ്റർവെല്ല -π/2 to +π/2 ആണ് ഒരു ബ്രാഞ്ച്. അടുത്ത ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ π/2 to 3π/2 ആണ് ഇവിടെ വരെ. ദെൻ 3π/2 to 5π/2 അടുത്ത ബ്രാഞ്ച്. ഇത് ഇവിടെ മാത്രമല്ല, ഇങ്ങോട്ട് മാറിയാലും ഉണ്ടാവും. -3π/2 to -π/2 ഉണ്ട്. അതുപോലെ തന്നെ ഇത് 5π/2 to -3π/2 ഇവിടെ എല്ലാം പല ബ്രാഞ്ചുകളിലുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നാൽ നമ്മൾ അതിൻ്റെ ബ്രാഞ്ചിനെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യും, ഫംഗ്ഷനെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന, അങ്ങനെ ഇൻവേഴ്സ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് അല്ല, ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഫംഗ്ഷനെ ഒരു സെക്കൻഡ് ഫംഗ്ഷനെ ബൈജക്റ്റീവ് ആക്കി മാറ്റുന്ന ഒരു പരിപാടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ സൈനിൻ്റെ ഡൊമൈനെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഡൊമൈൻ, അതായത് നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്ന -π/2 +π/2 എന്നുള്ള ഈ ഒരു ബ്രാഞ്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, പല ബ്രാഞ്ചുകളുണ്ട്, മോർ ദാൻ 1 ബ്രാഞ്ചസ് ദെയർ. ഈ ഒരു ഇൻ്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ 1 ആണ്, 1 ആണ്, അതുകൊണ്ട് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല, പല ബ്രാഞ്ചസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു ബ്രാഞ്ചിൽ നമുക്ക് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബ്രാഞ്ചിന്, പല ബ്രാഞ്ച് ഉണ്ടെങ്കിലും ഈ ഒരു ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് വിളിക്കും. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് sin x എന്ന് പറയും. sin x അല്ല, sin inverse x. ഇപ്പോൾ ഇവിടെ ഇത് 1 ആണ്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ കോസ് എടുത്താലേ ഈ പ്രശ്നം വരും. നമ്മൾ കോസിലേക്ക് വരുവാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് കോസ്, ഇതൊന്ന് ഹൈഡ് ചെയ്തേക്കാം, ഇത് വേണ്ട, നമുക്ക് കോസ് എടുക്കുക. cos x ഇങ്ങനെ വന്നു. ഇവിടെ എവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഇനി നമുക്ക് ഇങ്ങോട്ട് മാറ്റി പിടിക്കാം. അല്ല, അത് സൈനിലൂടെ മാത്രമേ പോവുള്ളൂ. അപ്പോൾ നമുക്ക് എ വേണ്ട, വേറൊരു പോയിന്റ് എടുക്കാം. പോയിന്റിന് പോലും ആവശ്യമില്ല. നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതിങ്ങനെ കണ്ടോ, ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഇവിടെ 0 ആയി π/2, വീണ്ടും അടുത്ത 3π/2 0 ആയി, വീണ്ടും 5π/2 0 ആയി, 7π/2. അപ്പോൾ ഇത് പല സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇത് ബൈജക്റ്റീവ് അല്ല. അപ്പോൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ ബൈജക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പോകാം. ഇതിൻ്റെ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ പല ഡൊമൈനിലുണ്ട്. ഇപ്പോൾ 0π എന്നുള്ള ഇൻ്റർവൽ എടുക്കാമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. cos x, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു π. കണ്ടോ, അപ്പോൾ അവിടെ ഇത് റെഡ് കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോസിനെ അങ്ങ് മറിച്ച് കളയക്കണ്ടോ. ഇവിടെ ഈ ഫംഗ്ഷന് 1 ആണ്, 1 ആണ്, ബൈജക്റ്റീവാണ്. അപ്പോൾ ഒരെണ്ണത്തിന് ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ, എല്ലാത്തിനും ഇമേജ് ഉണ്ട് താൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇവിടെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ മാത്രമല്ല, നമ്മളൊക്കെ കാണാൻ മനസ്സിലാവും. ഇനി ഈ π മുതൽ 2π വരെയുള്ള ബ്രാഞ്ച് എടുക്കുക, അവിടെയും ഉണ്ട്. അതുപോലെ 2π മുതൽ 3π വരെയുള്ള ബ്രാഞ്ച്, അവിടെയും ഇത്. പക്ഷെ പല ബ്രാഞ്ചുകളുണ്ട്, നമുക്ക് ആ ബ്രാഞ്ചുകളുടെ ഒന്നും ആവശ്യമില്ല.
അപ്പോൾ ഈ ഒരു ബ്രാഞ്ച് പല ബ്രാഞ്ചുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഈ കോസിൻ്റെ ഡൊമൈൻ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് 0യ്ക്കും പൈക്കും ഇടയ്ക്ക്. അപ്പോൾ 0യ്ക്കും പൈക്കും ഇടയ്ക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഈ ഒരു ബ്രാഞ്ചിനെയാണ്, പല ബ്രാഞ്ചുണ്ട്, ഈ ബ്രാഞ്ചിനെയാണ് നമ്മൾ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടി കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ 0 പൈ ക്ലോസ് ഇൻ്റർവൽ. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് ഇത് സൈൻ ഇൻവേഴ്സ് എക്സ്, ഇത് കോസ് ഇൻവേഴ്സ് എക്സ്. ഇതുപോലെ തന്നെ നമുക്ക് സൈന് കോസ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡിഫൈൻ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. π/2 അത് ഡിഫൈൻഡ് അല്ലല്ലോ, അപ്പോൾ അതൊന്ന് ഓപ്പൺ ആക്കി കൊടുത്താൽ മതി. ഇതാണ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് സീക്ക് ഇൻവേഴ്സ് എക്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ടെന്നേ ഉള്ളൂ. സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ കോസിൻ്റെ പോലെ തന്നെ വരും, പക്ഷേ സീക്ക് വരുമ്പോൾ 0 പൈ ആണ് കോസ് വന്നത്, അതുകൊണ്ട് 0 പൈ തന്നെ ഇവിടെയും വരും. ക്ലോസ് ഇൻ്റർവൽ 0 പൈ എഴുതാം. പക്ഷേ ഒരു ചെറിയ പ്രശ്നം, സീക്ക് ആയതുകൊണ്ട് 1/cos എന്ന് വരും. 90 വരുമ്പോൾ അത് ഡിഫൈൻഡ് അല്ലാണ്ട് വരും. cos 90 ഈസ് 0 ആയി പോകും. അപ്പോൾ 1/cos 0 എന്ന് പറയുന്ന സീക്ക് 0 എന്നുള്ള ഡിഫൈൻഡ് അല്ലാതെ കൊണ്ട് നമ്മൾ ആ പോയിന്റ് ഒന്ന് ഒഴിവാക്കും. ഇപ്പോൾ 0 പൈക്ക് ഇടയ്ക്കുള്ള ഏത് വാല്യൂ എടുക്കാം എക്സെപ്റ്റ് π/2. അതുപോലെ തന്നെ നമുക്ക് കൊസീക്ക് ഇൻവേഴ്സ് എടുത്താലും ഈ പ്രശ്നം വരും. ഈ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ സൈൻ ഇൻവേഴ്സ് പറഞ്ഞല്ലോ. കൊസീക്ക് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാലും നമുക്ക് കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാലും നമുക്ക് ഈ പ്രശ്നം തന്നെ വരും. -π/2നും +π/2നും ഇടയ്ക്കുള്ള ഏത് വാല്യൂയും കൊടുക്കാം. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഇതിനിടയ്ക്കൊരു വാല്യൂ ഉണ്ട്, 0 ഉണ്ട്. അവിടെ സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആയി പോവും. അപ്പോൾ കൊസീക്ക് 0 എന്ന് പറഞ്ഞാൽ 1/0 ആകുന്നതുകൊണ്ട് ഡിഫൈൻഡ് അല്ലാണ്ട് പോകും. അപ്പോൾ നമ്മൾ ആ പോയിന്റും കൂടെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ഒഴിവാക്കും, അതാണ് അതിൻ്റെ ഒരു പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഇതുപോലെ തന്നെ കോട്ട് ഇൻവേഴ്സ് എക്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. കോട്ട് ഇൻവേഴ്സ് എക്സിന് ആ പ്രശ്നമില്ല, കാരണം കോസിൻ്റെ എല്ലാത്തിനും നമുക്ക് ഡിഫൈൻഡ് ആണ്. കോസ് ബൈ സൈൻ ആണല്ലോ. അപ്പോൾ സൈൻ്റെ അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ 0 പൈ ആണ്, അത് ഓപ്പൺ ഇൻ്റർവൽ ആണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇത് നമ്മളൊന്ന് മെമ്മറൈസ് ചെയ്യണം. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ -π/2 +π/2. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 0 പൈ ക്ലോസ്ഡ് ആണ്. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ -π/2 +π/2 ആൻഡ് 0 സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഇത് മൂന്നുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സീക്ക് ഇൻവേഴ്സ് എക്സ് വരുമ്പോൾ നമുക്ക് കോസ് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം, പക്ഷേ അതിനകത്ത് π/2 എന്ന് ഒഴിവാക്കുന്ന കാര്യം ഓർക്കുക. അതുപോലെ കൊസീക്ക് ഇൻവേഴ്സ് എക്സിനെ നമ്മൾ 0 ഒഴിവാക്കുന്ന കാര്യം ഓർക്കുക. കോട്ട് ഇൻവേഴ്സ് എക്സിന് ആ പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ് എക്സ് നമുക്ക് ഡിഫൈൻ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനകത്ത് അടുത്തതായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്ത് നമ്മൾ അതിനെ ബൈജക്റ്റീവ് ഫംഗ്ഷനാക്കി മാറ്റുന്ന കാര്യം. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ആണ്, അത് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.